ആദ്യമായിട്ട് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് എനിക്ക് ഈ അമ്മയുടെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയാൻ ഒരുക്കി തന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ മാതാവിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് ലിറ്റി. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് പെരുമ്പട സെൻറ്റ് മാർട്ടിൻ മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നിന്ന് വരുന്നു. അമ്മയുടെ മുമ്പിൽ എന്നെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് അമ്മയ്ക്ക് ഒരുപാട് നന്ദി അർപ്പിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 30/4/2023 ആദ്യമായിട്ട് ഉടമ്പടി ഞാൻ എടുക്കുന്നത്. ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടിരുന്നത് ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ കൃപാസനത്തിൻ്റെ പത്രം കയ്യിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതെന്താണ് സംഭവം, എനിക്ക് മാതാവിനെ പറ്റിയിട്ട് വിശ്വാസമുണ്ടായിരുന്നു, എങ്കിലും കൃപാസന മാതാവിനെ പറ്റിയിട്ട് ഒന്നും അറിയുകയില്ലായിരുന്നു. അപ്പോൾ പത്രത്തിലൂടെ ആയിരുന്നു ആലപ്പുഴ കലവൂർ ഈ കൃപാസനത്തെ പറ്റി അറിഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ അവർ ചോദിക്കുന്നത് എന്താണ് സംഭവം ഇങ്ങനെ. അപ്പോൾ ഉടമ്പടിയുടെ കാര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തൊട്ട് എനിക്ക് ഇവിടെ അമ്മയുടെ സന്നിധിയിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ അമ്മയുടെ കസിൻ ബ്രദർ വഴി എനിക്കിവിടെ ആദ്യമായിട്ട് ഇവിടുന്ന് ഉടമ്പടി ഞാൻ ആദ്യമായിട്ട് എടുത്തു. അതിൽ വെച്ചിട്ടുള്ളൊരു നിയോഗമായിരുന്നു, ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി വെച്ച് നിയോഗത്തിൽ ഞാൻ ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എക്സാം പാസ്സാവുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യം നിയോഗത്തിൽ വെച്ചിരുന്നിരുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ എക്സാം. ഞാൻ ലേസൺ, ഹ്യോൺ, സ്ട്രൈബൻ എന്നീ മൊഡ്യൂളായിരുന്നു ഞാൻ ബാംഗ്ലൂരിൽ ആദ്യമായിട്ട് എക്സാം എഴുതിയത്. ഞാൻ അമ്മയുടെ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ ബാംഗ്ലൂരിൽ അവിടെ ചെന്നു. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ആദ്യം നല്ല ഭയവും പേടിയും ഉണ്ടായിരുന്നു. എന്താകും, എക്സാം എങ്ങനെയാണ്, ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുകയാണ്, എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എങ്കിലും ഞാൻ അമ്മയുടെ ഉടമ്പടി കാശുരൂപം മുറുകെ പിടിച്ച് കൊണ്ട് തന്നെ ഞാൻ എക്സാം ഹാളിൽ ചെന്നു. ഞാൻ എക്സാം എല്ലാം എഴുതി. പക്ഷേ എനിക്ക് എന്തൊക്കെയോ ഞാൻ അറ്റൻഡ് ചെയ്തു, പക്ഷേ എനിക്ക് കിട്ടുമെന്നൊരു ഉറപ്പില്ല. കാര്യം എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് എനിക്ക് എഴുതാൻ ഒന്നും പറ്റിയിരുന്നില്ല. കാരണം എനിക്കൊന്നും പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാൻ എക്സാം കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ അമ്മ പറഞ്ഞു എനിക്കിത് കിട്ടത്തില്ല അമ്മ, കാരണം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. അപ്പം അമ്മ പറഞ്ഞു കുഴപ്പമില്ല മോളെ, നമ്മൾ അമ്മയുടെ അടുത്ത് മുറുകെ പിടിച്ചിരുന്നാൽ മാത്രം മതി, അമ്മ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ അമ്മയുടെ കൂടെ ഞാൻ എപ്പോഴും അമ്മയുടെ അടുത്ത് ഞാൻ എപ്പോഴും ഫ്രണ്ട്ലിയായിട്ട് സംസാരിക്കുന്ന പോലെ തന്നെ ഞാൻ മാതാവിൻ്റെ അടുത്തും ഫ്രണ്ട്ലിയായിട്ട് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ 3 പൊട്ടി. അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് വിഷമമായെങ്കിലും കുഴപ്പമില്ല, ആദ്യത്തെ എക്സാം എഴുതുമല്ലേ, കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടാമത് ഞാൻ വീണ്ടും എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാനിവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ്റെ കയ്യപ്പ് ശുശ്രൂഷയിലൂടെ എനിക്ക് ഉടമ്പടി കാശുരൂപം തരികയും ഞാൻ അത് മുറുകെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഡൽഹിയിൽ എക്സാം എഴുതാൻ പോയപ്പോൾ അവിടെ ചെക്കിങ്ങിന് പറഞ്ഞു ഉടമ്പടി കാശുരൂപവും ഇതൊന്നും അകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുഴപ്പമില്ല, എന്തോ ആയിക്കോട്ടെ, ഞാൻ കഴുത്തിൽ ധരിച്ചു. അകത്ത് കയറി എക്സാം എഴുതി. എക്സാം അകത്ത് കയറിയപ്പോൾ എനിക്ക് നന്നായിട്ട് എഴുതാൻ പറ്റി. കാരണം എനിക്ക് എന്തെന്നറിയില്ല, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉത്തരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, എനിക്കെല്ലാം എഴുതാനും പറ്റുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു ഇറങ്ങി വന്നപ്പോൾ. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് എക്സാം കിട്ടും, ഉറപ്പാണ്, എനിക്കിപ്പം പാസ്സാവുമെന്ന് പറഞ്ഞു. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് വന്നു. ഞാൻ നല്ല മാർക്കോടെ തന്നെ 80% മാർക്കോടെ തന്നെ എല്ലാം പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ പ്രോസസ്സിന് ഭയങ്കര ഡിലേ ആയിരുന്നു. ഞാൻ നേഴ്സ് ആയതുകൊണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബെഷേഡിങ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ഉണ്ടായിരുന്നു. ഈ ഡോക്യുമെൻറ്റ് എനിക്ക് 1.5 വർഷം കൊണ്ട് കിട്ടുന്നില്ലായിരുന്നു. അപ്പോഴും ഞാൻ ഈ ഉടമ്പടി ഇവിടെ വന്ന് ഓരോ സമയം പുതുക്കുമ്പോഴും ഞാൻ വന്ന് ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കും അമ്മയുടെ മുമ്പിൽ, അമ്മ എന്തുകൊണ്ട് അമ്മ ഈ ബെഷേഡിങ് ഒന്നും കിട്ടുന്നില്ലല്ലോ, എൻ്റെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ അമ്മയെന്ന്. അന്നേരം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. ഞാൻ ഈ മാതാവിൻ്റെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ ജർമ്മനി എനിക്ക് പോകണമെന്ന് പറ്റുന്നുണ്ടെങ്കിൽ അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു തന്നേ പറ്റൂ അമ്മ, എന്നാലേ എനിക്കിത് മുമ്പോട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ ചീട്ട് ഇട്ടപ്പോൾ എനിക്ക് മാതാവിനെ എടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഉറച്ച് വിശ്വസിച്ചു, കാര്യം എൻ്റെ അമ്മ എനിക്ക് ഉറപ്പായിട്ടും ജർമ്മനിയിൽ പോകാൻ തന്നെ എന്നെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു. അതിനുശേഷം ഞാൻ ഒക്ടോബർ 23-ന് എൻ്റെ ബെഷേഡിങ് പേപ്പർ എല്ലാം കറക്റ്റായിട്ട് വന്നത്. അതിനു മുമ്പ് തന്നെ ഞാൻ ഇവിടുത്തെ അഖണ്ഡ ജപമാലിക്കും അതേപോലെ ഡിസംബർ 7 എല്ലാ ദിവസങ്ങളിലും വന്ന്, അതുപോലെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ആരാധന മത്തിയോടെ വന്ന് ഞാൻ മാതാവിനോട് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒക്ടോബർ മാസം തൊട്ട് ആദ്യം ബെഷേഡിങ് വന്നു. അതിനുശേഷം കോൺട്രാക്റ്റ്, പ്രീ അപ്രൂവൽ, ഇതെല്ലാ പേപ്പറുകളെല്ലാം പെട്ടെന്ന് തന്നെ വരികയും ചെയ്തു. നവംബർ 7 തീയതി എനിക്ക് VFSന് സ്ലോട്ട് ലഭിക്കുകയും എനിക്ക് കൊച്ചി വെച്ചിട്ട് എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തു. ഡോക്യുമെൻ്റ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തു. വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു കിട്ടുമായിരിക്കും, കാര്യം പേപ്പറുകളെല്ലാം സബ്മിറ്റ് ചെയ്തല്ലോ, അപ്പോൾ എല്ലാം കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചു.
അങ്ങനെ ഞാൻ സാധാരണ നമുക്ക് ജർമ്മൻ വിസ അടിക്കുന്നത് ഒന്നുകിൽ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം അങ്ങനെയാണ് വിസ കിട്ടുന്നത്. അങ്ങനെ എൻ്റെ 1 മാസം കഴിഞ്ഞു ഞാൻ വിസ തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ വിസ റിജക്ഷൻ ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. എന്ത് ചെയ്യും? കാര്യം ഞാൻ ഇത്രയും ഡോക്യുമെൻറ്റും കാര്യങ്ങളും സമയവും ഇതെല്ലാം ഇതിന് വേണ്ടിയിട്ട് സമയമെല്ലാം ഇതിന് വേണ്ടി നോക്കി വെച്ചിട്ട് ഒന്നും കിട്ടിയില്ലെന്ന് ഭയങ്കര വിഷമമായിരുന്നു എനിക്ക്. അതിനുശേഷം ഞാൻ വിസയുടെ റിജക്ഷൻ്റെ റീസൺ ഇതായിരുന്നു. എൻ്റെ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി കഴിഞ്ഞെന്നാണ് എൻ്റെ പ്രശ്നം. എൻ്റെ സർട്ടിഫിക്കറ്റ് 1 ഇയറും 7 മന്തും കഴിഞ്ഞു. എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. അപ്പം ഇനി എൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇനി പുതിയതായിട്ടൊരു എക്സാം എഴുതിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയാസകരമാണ്. പെട്ടെന്ന് സ്ലോട്ട് കിട്ടുക അതൊന്നും പ്രയാസകരമായുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ എന്തായാലും കുറേ ഫ്രണ്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടെ റീസബ്മിഷൻ കൊടുത്ത് നോക്ക്, ചിലപ്പം കിട്ടുമായിരിക്കും എന്ന് കരുതി കൊടുത്ത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്താ റീസബ്മിഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം. പിന്നെയും നമ്മുടെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. എക്സാം എഴുതണോ വേണ്ടയോ എന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഞാൻ നോക്കിയപ്പം എൻ്റെ ഉടമ്പടി കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഉടമ്പടി അങ്ങനെ പുതുക്കി. ഞാൻ പിന്നെയും ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. അച്ഛനെ കയ്യൊപ്പ് ശുശ്രൂഷയിലൂടെ എനിക്ക് ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിൽ തന്നു. ഞാനത് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അടുത്ത വിസ അപ്പോയിൻമെൻറ്റിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം എൻ്റെ VFSൻ്റെ സ്ലോട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈൻ വഴി കൊടുക്കും, ഓഫ്ലൈൻ വഴിയായിട്ട് കൊടുക്കും. അപ്പം ഞാൻ ആദ്യം ഓഫ്ലൈൻ വഴിയായിട്ടായിരുന്നു കൊടുത്തിരുന്നത്. അതിനുശേഷം രണ്ടാമത് ഞാനിപ്പം ഓഫ്ലൈനായിട്ട് കൊടുക്കണ്ട, നമുക്ക് ഓൺലൈനായിട്ട് കൊടുക്കാം, CSP ത്രൂ വഴി കൊടുക്കാമെന്ന് പറഞ്ഞു ഏജൻറ്റ്. അതിനുശേഷം എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആവും, എനിക്ക് ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് VFSൻ്റെ സ്ലോട്ട് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. എൻ്റെ കൂടെ കൊടുത്ത കൊച്ചുങ്ങൾക്കെല്ലാം പെട്ടെന്ന് തന്നെ സ്ലോട്ട് കിട്ടുകയും ചെയ്തു. എനിക്ക് മാത്രം വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ എന്ത് പറ്റി അമ്മ, എനിക്ക് എൻ്റെ പേപ്പറിന് എന്തെങ്കിലും വെരിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രശ്നം കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്, എൻ്റെ മാത്രം വരുന്നില്ലല്ലോ എന്ന് ഞാൻ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം അമ്മ എന്നോട് പറഞ്ഞു, മോളെ നീ വിഷമിക്കേണ്ട, ഞാൻ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ നീ വിഷമിക്കുന്നത്, ധൈര്യമായിട്ട് തന്നെ ഇരിക്ക്. അങ്ങനെ തന്നെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ ഞാൻ സന്ധ്യപ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു, പച്ചത്തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ശേഷമുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ആശ്രയിച്ചിരുന്നത് ബൈബിളിലൂടെയാണ് ഞാൻ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം ഓരോ വചനം എടുക്കുമ്പോഴും എന്നെ ഓരോ വചനത്തിലൂടെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വചനം വന്നത് ഇതാ ഇപ്പോൾ എൻ്റെ രക്ഷയുടെ ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലും അമ്മ എനിക്ക് ഉറപ്പായിട്ടും അത് ചെയ്തു തരുമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞ് വിത്തിൻ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നു, VFSൻ്റെ സ്ലോട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ജനുവരി 21 എൻ്റെ കൊച്ചി VFSൻ്റെ സ്ലോട്ട്. അങ്ങനെ ഞാൻ കൊച്ചിയിൽ എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ ഈ ബസ് ത്രൂ വഴിയാണ് പാസ് ചെയ്ത് പോയത്. അപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ആ സമയത്ത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കും ആഗ്രഹമുണ്ട് അമ്മ, എൻ്റെ വിസയുടെ പേപ്പർ എൻ്റെ 7ാമത്തെ പേജിൽ തന്നെ അടിച്ച് കിട്ടണമെന്ന് ഞാൻ അമ്മയോട് ഇങ്ങനെ മുറുകെ പ്രാർത്ഥിച്ചു. ഉടമ്പടി വസ്തുക്കളായ തൈലവും ഞാൻ അതിൽ പൂശിയിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ ചെന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ അവിടെ ചെന്ന സമയത്ത് ഓൾറെഡി എൻ്റെ CSP ഡോക്യുമെൻ്റ് എല്ലാം ഓൺലൈൻ ത്രൂ വഴി ചെയ്തതുകൊണ്ട് നമുക്ക് ഡോക്യുമെൻ്റ് ഒന്നും കാണാൻ കഴിയില്ലായിരുന്നു. അപ്പം ബയോമെട്രിക് ചെന്ന സമയത്ത് എൻ്റെ അടുത്ത് ഞാൻ അവിടെ സാറിനോട് ചോദിച്ചു, എനിക്ക് എൻ്റെ പേപ്പർ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ പേപ്പർ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഓൾറെഡി ഓൺലൈൻ വഴി സബ്മിറ്റ് ചെയ്തിരിക്കുന്നതല്ലേ, അതുകൊണ്ട് കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാൻ ഏജൻറ്റ് ത്രൂ വഴിയാണ് എൻ്റെ പ്രോസസ്സ് കൊടുത്തത്, അപ്പോൾ എനിക്ക് പേപ്പർ ഒന്നും കാണാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പേപ്പർ നോക്കിയപ്പം അതിൽ 7 പേപ്പർ എൻ്റെ മിസ്സിംഗ് ആയിരുന്നു. എൻ്റെ 10+2 നഴ്സിംഗ് മാർക്ക് ലിസ്റ്റ് ഇതെല്ലാം എൻ്റെ പേപ്പർ മിസ്സിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി. ഞാൻ അതൊരു സാറിനോട് ചോദിച്ചു, സാർ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ വഴിയല്ല എൻ്റെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തത്, ഏജൻറ്റ് ത്രൂ വഴിയാണ് എൻ്റെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്തത്, ഇനി ഞാനിതിൽ എന്താണ് ചെയ്യാൻ എനിക്ക് പറ്റുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു ഡോക്യുമെൻറ്റ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കോപ്പി എടുത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അത് കോപ്പി എടുത്തെല്ലാം കൈ വെച്ചു. ഞാൻ ഇവിടെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയതിന് ശേഷം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് പേടിയായിരുന്നു. കാരണം ഞാൻ 2ാമത്തെ റീസബ്മിറ്റ് വെച്ചു, പക്ഷേ എനിക്ക് ഇത്രയും ഡോക്യുമെൻറ്റ് മിസ്സിങ്ങാണ്. പിന്നെ എനിക്ക് എങ്ങനെ അത് വിസ കടിച്ച് കിട്ടും, ഇത് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. ഞാൻ ബസ്സിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു, അമ്മ ഞാൻ എന്ത് ചെയ്യും. അപ്പോഴും ഈ പാസ് ത്രൂ വഴി ഇതിൽ പോയപ്പം ഞാൻ കൃപാസനത്തിൽ വണ്ടി നിർത്തി. ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കിത് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, കാര്യം ഇത്രയും പേപ്പർ എൻ്റെ മിസ്സിംഗ് ആണ്, ഞാൻ എന്ത് ചെയ്യും അമ്മയെന്ന് പറഞ്ഞു. അപ്പം കുഴപ്പമില്ല മോളെ, നീ അതിന് മനസ്സിലിങ്ങനെ എന്തോ ഒരു
ശബ്ദം ഇങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അന്നേരം ഞാൻ നോക്കിയപ്പോൾ ഞാൻ എൻ്റെ ബസ് സ്റ്റാൻഡിൽ ഇരുന്ന സമയത്ത് ഞാൻ ഒരു പത്രം ഒന്നും ഞാൻ കണ്ടില്ലായിരുന്നു എൻ്റെ കയ്യിൽ. പെട്ടെന്ന് ഇവിടുന്ന് പാസ് ത്രൂ കഴിവ് വന്നപ്പം എൻ്റെ കയ്യിൽ പത്രം പെട്ടെന്ന് എൻ്റെ കൈ വന്നു. എൻ്റെ സൈഡിൽ തന്നെ ഇരിക്കുമായിരുന്നു എൻ്റെ പത്രം. അപ്പം ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ ജനുവരി മാസത്തെ പത്രം. അപ്പോൾ ഉറപ്പാണ് അമ്മ ഇത് ഉറപ്പായിട്ടും ഇത് അമ്മ ഇടപെടും. അത് കഴിഞ്ഞ ശേഷം എനിക്ക് അവിടുന്ന് മെയിലും കാര്യങ്ങളൊന്നും വന്നില്ലായിരുന്നു. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൽ അപ്പം തന്നെ നമ്മുടെ ഫോണിൽ വരും. എനിക്കതിൽ മെയിലുകളൊന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു 10 സെക്കൻഡ് ഇവിടുന്ന് കഴിഞ്ഞ ശേഷം എൻ്റെ ഫോണിൽ മെയിലും വന്നു. അവിടുന്ന് റിസീവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള മെയിൽ വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ വിസയുടേത് സാധാരണ 2 മാസം അല്ലെങ്കിൽ 1 മാസം, 2 മാസം കഴിഞ്ഞു, 1 മാസം കഴിഞ്ഞു, എനിക്കൊന്നും വന്നില്ല. അപ്പോൾ ഇനി എന്താണ് ഇത് പേപ്പർ ഇത്രയും വൈകാൻ കാരണം? ഈ പേപ്പർ മിസ്സിംഗ് ഉള്ളത് കൊണ്ടായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ ഇതിനെ പേടിക്കുന്നത് എന്ന് പറഞ്ഞ് മുറുകെ തന്നെ പിടിച്ചിരുന്നു. അപ്പം ഞാൻ സാക്ഷ്യങ്ങളിങ്ങനെ പൊതുവെ കേൾക്കുമായിരുന്നു, സാക്ഷ്യങ്ങളിങ്ങനെ കേൾക്കും. വിസ കിട്ടി. മാർച്ച് 25 മംഗളത്തിരുന്നാളിൻ്റെ അന്ന് തന്നെ എനിക്ക് മെയിൽ വന്നു. അവിടുന്ന് റിസീവ്ഡ് ആയിട്ടുള്ള മെയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ മാർച്ച് 25-ാം തീയതി എനിക്ക് മെയിൽ വന്നു. മാർച്ച് 27-ാം തീയതി എനിക്ക് എൻ്റെ വിസ കൈപ്പറ്റി നോക്കിയപ്പോൾ എൻ്റെ 7ാമത്തെ പേജിൽ തന്നെ എൻ്റെ വിസ അപ്രൂവ്ഡ് ആയി തന്നെ വന്നു. ഇത്രയും ചെയ്ത എൻ്റെ തിരുക്കുമാരൻ ഒരുപാട് നന്ദി അറിയിപ്പിക്കുന്നു. അതിനുശേഷം ഫെബ്രുവരി 11-ാം തീയതി ഞാൻ അമ്മയോട് എപ്പോഴും പറയും, എനിക്കൊരു ഫെബ്രുവരി 11-ാം തീയതി ബർത്ത്ഡേയുടെ സമയത്ത് എനിക്കൊരു സമ്മാനം തരണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, ഈ വിസ കിട്ടുമെന്ന്. പക്ഷേ എൻ്റെ ഫെബ്രുവരി 8-ാം തീയതി എൻ്റെ അടുത്ത് അമ്മ പറഞ്ഞു, ഞാൻ പടം വരയ്ക്കുമായിരുന്നു. അവർ പടം വരയ്ക്കുന്ന സമയത്ത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നെ പടം വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയുടെ പടം വരച്ചു. അതിനുശേഷമാണ് എനിക്ക് വിസ വന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൃപാസന പത്രം ഞാൻ ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവർക്ക് പൈസ കൊടുക്കും. കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞാൻ അവരെ സഹായിക്കും. അതുപോലെ തന്നെ ആത്മീയമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും വിശുദ്ധ കുർബാന ഞാൻ ഓൺലൈനായിട്ട് എന്നും ഞാൻ കൂടും. അതോടൊപ്പം തന്നെ ഞാൻ വിശുദ്ധ കുമ്പസാരം 2 ആഴ്ച കൂടുന്തോറും ഞാൻ കുമ്പസാരിക്കും. ഇത്രയെല്ലാം ചെയ്തു തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. നീ അവനെ ഭയപ്പെടേണ്ട, നിൻ്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട്, കർത്താവാണിത് പറയുന്നത്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വചനമാണ്. ജെറമിയ പ്രവാചകനെ ദൈവം വിളിച്ചപ്പോൾ അവൻ ഭയപ്പെട്ടു. താൻ ചെറുപ്പമാണെന്നാണ് ജെറമിയ പറഞ്ഞത്. സംസാരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം അവനോട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്, ഞാൻ നിന്നെ രക്ഷിക്കുമെന്നാണ്. ഈ വചനം തന്നെയാണ് ഓരോ ഉടമ്പടി മക്കളോടും ദൈവം എന്ന് പറയുന്നത്. ഭയപ്പെടേണ്ട, നിൻ്റെ രക്ഷയ്ക്ക് നിന്നോട് കൂടെ ഞാനുണ്ട് എന്നാണ് കർത്താവ് പറയുന്നത്. ഉടമ്പടിയിലെ ഓരോ സാക്ഷ്യങ്ങളിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈശോയുടെയും അമ്മയുടെയും സാന്നിധ്യം മനസ്സിലാക്കുന്ന ഒരു വലിയ ദൈവ അനുഭവമാണ് ഓരോ മക്കളുടെ സാക്ഷ്യങ്ങളും വെളിപ്പെടുത്തുന്നത്. ലിറ്റിയുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആദ്യമായിട്ട് ജർമ്മൻ എക്സാമിന് പോകുമ്പോൾ ഒത്തിരി ഭയമുണ്ടായിരുന്നു മനസ്സിൽ. പക്ഷേങ്കിൽ അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതെല്ലാം പരീക്ഷയ്ക്കെല്ലാം എഴുതാൻ സാധിക്കുകയും പിന്നീട് അതെല്ലാ പ്രൊസീഡിങ്സിലും ഈശോയുടെയും അമ്മയുടെ ഒരു വലിയൊരു അനുഗ്രഹം ഉണ്ടായെന്നാണ് ഈ മകൾ വെളിപ്പെടുത്തുന്നത്. അതായത് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി ആദ്യത്തെ വിസ റിജക്റ്റായി. കാരണം സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി 1 വർഷവും 7 മാസവും കഴിഞ്ഞിരുന്നു. അവിടെയും പിന്നെയും ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും കൈവെപ്പ് ശുശ്രൂഷ വഴി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കാര്യങ്ങളെല്ലാം സെറ്റിലാവുകയും പിന്നീട് പെട്ടെന്ന് തന്നെ വിസ റെഡിയാവുകയും ഈ മാസം 13-ാം തീയതി ജർമ്മനിക്ക് പോകുവാനുള്ള ടിക്കറ്റുമായിട്ടാണ് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വന്നിരിക്കുന്നത്. അമ്മ മാതാവ് നമ്മെ ധൈര്യപ്പെടുത്തുകയും അമ്മ മാതാവ് കൃപാസന അമ്മയാണ് നമ്മെ കൈപിടിച്ച് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഭയപ്പെടാതെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ തീഷ്ണതയോടെ മുന്നോട്ട് നയിക്കാം. ലിറ്റിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.